ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്ന് ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ പൂ കണ്ട്. ഈ പൂവിൻ്റെ പേര് അറിയണമെന്ന് കമൻറ്റ് കേട്ടോ. കാഴ്ച കണ്ട നല്ല വെയിലാണ്. നല്ല വെയിലാണ്. നമുക്ക് നമ്മളെ കാണൂല, തണലത്ത് എത്തിയാലേ കാണുള്ളൂ. ഒരുപാട് ഇതുകൊണ്ട് ഇതിൽ കൂടെ ഒക്കെ വയ്യുണ്ട്. ഇത് വന്ന ഞങ്ങൾ രണ്ടാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ. നമുക്ക് എന്താ ഇന്നൊരു കുഞ്ഞ് റിസപ്ഷനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് ഷോപ്പിംഗ് ചെയ്യണം. ഇന്ന് മെഹന്തി ഹൽദി ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ മഞ്ഞക്കല്യാണം, അങ്ങനെ ഒരുപാട് കല്യാണങ്ങളുണ്ടല്ലോ. അതൊക്കെ ഉണ്ടെത്തുന്നു. നാളെയാണ് കല്യാണം. അപ്പം അതിന് പോകുന്നത് നല്ല വെയിലത്താണ് പോകുന്നത്. നേരെ 9 മണിയായി, 10 മണി ആവാനായിട്ടുള്ള നല്ല വെയിൽ ഇപ്പം തന്നെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഞങ്ങൾ നേരത്തെ ഇറങ്ങുകയും ചെയ്ത്. ഇത് പിടിച്ചാൽ എൻ്റെ അർത്ഥമാണ്. ഈ പൂ ഞങ്ങൾ കളിക്കാൻ വിചാരിച്ചിട്ടില്ല. ആ കുട്ടികളല്ലേ. കുട്ടിക്ക് വെയിലടിച്ചിട്ടാണ് പൊടി അടിച്ചിട്ടുണ്ട്. നല്ല തുമ്പലുണ്ട്. ബാക്കിൽ ഇതാ അവിടെ ഞങ്ങളിപ്പോൾ പാടം എത്താനായിട്ടുണ്ട്. കുറേ ഫോട്ടോസും പിക്ചേഴ്സൊക്കെ നല്ല അടിപൊളി പാടം വൈപ്പ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ. പാടത്ത് നല്ല വെയിലാണ്. പാടത്താണെങ്കിൽ പൂട്ട് കഴിഞ്ഞ് നിൽക്കട്ടെ. ചുട്ട് കഴിഞ്ഞിരിക്കും. നല്ല കാറ്റും നല്ല വെയിലും. പക്ഷെ അത്ര വെയിലില്ല, എന്നാലും ഒരു ചെറിയ വെയിലുണ്ടല്ലേ. ഫാൻ അടിക്കും. അടുത്ത പൂവറിക്കും. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ അടുത്ത പൂ കിട്ടിയിട്ടുണ്ട്. ഇത് പൂവല്ല, ഇതിൻ്റെ പേരെന്താന്ന്. തോട്ട് വക്കത്തുള്ള പൂ. ഇതിൻ്റെ പേരിപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. വേറെ കളർ കാണിച്ചാട്ടോ. അത് കിട്ടൂല കേട്ടോ. കിട്ടൂല, എന്നാലും കാണിക്കാൻ കഴിയുമോ നോക്കട്ടെ. കാണിക്കാൻ കഴിയുമോ കാണിച്ചതാ. അവിടെ ഒരു പൂ കണ്ടോ? ഇതാ ഒരു മരം കണ്ടോ? ഇവിടെ ഇങ്ങനെ ഇല്ലിയേറ്റും കാണിച്ചാൽ നോക്കട്ടെ. എന്താ കാണുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ആ കാണട്ടെ, നോക്കട്ടെ. കാണാൻ കഴിയാണ് കാണിച്ചാൽ. എന്താ പൂ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതുപോലൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ ആ പൂവാണ് തൊട്ടുമക്കത്തൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ മരത്തിൻ്റെ പേര് ഇങ്ങനെ അറിഞ്ഞു. വേറെ കളർ പൂ കിട്ടി. തപ്പി പോയാ ഈ പൂവിൻ്റെ എന്നാ ഇപ്പം വേറൊരു കളർ. ഇവിടെ നാട്ടിൽ കുറേ പൂവുണ്ട്. പൂക്കളും പേരൊന്നും നമുക്കറിയില്ല. ഇപ്പം നേരത്തെ കാണിച്ച അറിയൊരു പൂവുണ്ട് കേട്ടോ, കോളാമ്പിപ്പൂ. അതിന് വല്ലതൊക്കെ വലുത് മഞ്ഞുണ്ട്, നീലുണ്ട്, വൈറ്റ് നിങ്ങൾ കണ്ടുകൂടെ അറിയില്ല. നല്ല വലുതാണ്. ഞങ്ങളവിടെ ഉണ്ട്. പിന്നെ ഇപ്പം കാണിച്ച ആ പൂവിൻ്റെ പേരിന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചീമക്കൊന്നന് പോവാണ്. ചീമക്കൊന്ന ഇപ്പം കാണിച്ചില്ല. ഒരു ചീമക്കൊന്നൻ്റെ പൂവാണ് ഇപ്പം ആ തോട്ടുപക്കത്തുനിന്ന് കാണിച്ചത്. ഒരു തൊപ്പുള്ള പൂവ്. ചീമക്കൊന്നന് പോവാണെന്ന്. നമ്മളിപ്പോൾ ഇതാ ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇമ്മാൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇതാണ് കാളാമ്പി പൂവ്. ഇതാണ് കാളാമ്പിയുടെ വയലച്ചുട്ട്. വെള്ളം വെടല്ല, വെള്ളം ഉണ്ടോ? ഇത് കണ്ട വെള്ള കളർ പോലെ തോന്നും. ഇത് വയലറ്റ് ഐസ്. ഞങ്ങളിതിങ്ങനെ പറിച്ചിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടോ.
ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടോ. ഞാൻ ഇതിൻ്റെ പേരാണെന്ന് കമൻ്റാണ്. ഇതിൻ്റെ പേര് ഇത് ഫുള്ള് വിരല് ആകെ രണ്ടിനും അടിച്ചിട്ടുള്ളൂ. അപ്പം ഇത്രയും കഴിച്ചില്ല. ബാക്കി രണ്ട് വെറുതെ നീച്ച് നിൽക്കാൻ കൊടുത്തില്ല. ഇവിടെയൊക്കെ ഒരു തോടുണ്ട് കേട്ടോ. കുത്തലൊക്കെ വരുമ്പോയില്ല. നമ്മളിപ്പോൾ ഏകദേശം എന്താ ഇവിടെ കയറാനായിട്ട് നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചിട്ട് ഉണ്ടോ. പൈസ കാണുന്നുണ്ടോ എനിക്കറിയില്ല. എന്നാലും ഞാൻ കാണുന്നു. എനിക്കറിഞ്ഞു കൂടെ ഗൈസ് കാണണ്ടോ. നിങ്ങൾ കണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞങ്ങൾ വെയിലത്തൊക്കെ ഒരുപാട് നേരം നോക്കുന്നത്. അപ്പം തുമ്പൽ പിടിച്ച് ഗൈസ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ എയറോപ്ലെയിൻ കണ്ടു. ഞങ്ങൾക്ക് തീവണ്ടിയാണ് വലിയ കാര്യം. എയറോപ്ലെയിൻ കണ്ട് മടുത്തു. എയറോപ്ലെയിൻ എന്താണ് നേരെ ഞങ്ങൾ അതിൽ കൂടെ പോകുന്നതുകൊണ്ട് ഏകദേശം ഞങ്ങൾക്ക് കാണാനൊക്കെ കഴിയാം. അതൊരു മടുത്തു. നിങ്ങൾ കണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഏകദേശം നല്ല ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ളവരെ ഇതാണിത്. ആ റോഡും കൂടിയും കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. എല്ലാവർക്കും എത്തിയിട്ടില്ല ഗൈസ്. അത് വെറുതെ പറഞ്ഞതാ. അവിടെ ഒരു അമ്മിണി പശുവിനെ കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ണൊക്കെ വെയിലിട്ടിട്ട് ചിലപ്പോൾ ലോങ് വീഡിയോ ആക്കാതെ. ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങളിതാ അവിടെ പശുവല്ല സോറി ഗൈസ്. ഗൈസ് പരുന്ത് ഗൈസ് അവിടെ അതാ ഗൈസ് ഒരു പന്തുണ്ട്. എന്ത് പോയി പരുന്ത് മൂന്നെണ്ണം. വവ്വാലാണ് ഗൈസ്. പിന്നെ മാവാല ഗൈസ്. സോറി ഞങ്ങൾക്ക് 3 പരുന്ന് മുമ്പ് പോയി. 3 പരുന്നിന് ഇങ്ങനെ എന്താ പറയുക വവ്വാലിൻ്റെ ചിറകിന് അത് ഡിസൈൻ ഉണ്ടാവും. അതല്ല ശരിക്കും 3 പോയി. ഓക്കെ ഓക്കെ ഗൈസ്. ഇപ്പോഴാണ് ക്യാമറയൊക്കെ നോക്കാൻ പറ്റിയത്. നേരത്തെ ഫുള്ള് വെയിലായിരുന്നു. ഇതുകൊണ്ട് മനുഷ്യന് മൊബൈലൊക്കെ നോക്കാൻ കൂടെ കഴിയൂല കേട്ടോ. ഇത് അവിടേക്ക് അവിടെയൊക്കെ എത്തി നല്ല വെയിലാണ്. ഇത് തുമ്പല് വീഴുന്നതിന് വെയിലും തുമ്പാൻ വരുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെയാണ് ഫുള്ള് കടലാസ്. ഈ വെയിലാണെങ്കിൽ അത്ര കുഴപ്പമില്ല കേട്ടോ. നേരത്തെ ആകാശത്തൊക്കെ വെക്കുന്നത് ഇവിടെ അത്യാവശ്യത്തിനുള്ള മരങ്ങൾ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഇപ്പം നമ്മളിതാ എത്തി തുടങ്ങിയിട്ടുണ്ട് കൈ ചമ്മോൻ്റെ ഉറക്കി. ഈ ക്യാമറ അടിച്ചാൽ ഇപ്പം നമ്മളിവിടെ വേർച്ചെടി കാണിച്ചതാ. വേർച്ചെടി എന്തെന്നറിയോ? പേര് കമൻറ്റാണ് ഞാൻ കാണിച്ച പേർച്ചെടീൻ്റെ പേരൊക്കെ. കായോ? ആ അതിൻ്റെ കായാണ്. കായ ഞാൻ കാണിച്ചത്. ഇതാണ് ചെടി. കായ് ഇതാട്ട് ഗൈസ്. ഇത് ഞാൻ ഇപ്പോൾ കാണിച്ച ചെടീൻ്റെ കായാണ്. ഈ കുഞ്ഞ് ഉണ്ടട്ടോ. എൻ്റെ പേര് എനിക്ക് അറിഞ്ഞോളാ. നമ്മളെന്താ ഈ റോഡിന് കയറി പോകണം. മുമ്പിലൊക്കെ ഒരാളിനെ കൂട്ടാതെ പോകണ്. എന്ത് ചെയ്യാന? ഇവിടെ ഇങ്ങനെ കയറി പോയിട്ട് എന്താണ് റോഡൊക്കെ എടുക്കണം.
നമ്മൾ ഇവിടെ ഇപ്പം എത്തിയിട്ടുണ്ട് കേട്ടാ. ഏത് ജില്ലയിലുള്ളതാണ്, ജില്ലയിൽ ഏത് നാട്ടിലുള്ളതാണ് കമന്റ് ചെയ്യാൻ. ഏതൊക്കെ ജില്ലയിൽ വീഡിയോസ് കാണുന്നുണ്ട്. എപ്പോഴും ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പറിക്കുന്ന ഫ്ലവറാണിത്. ഇത് ഇതിൻ്റെ ഇങ്ങോട്ട് വരും. ഇത് നോക്കി, ഇതൊരു ചുവപ്പ് പുലുവാണ്. നോക്കി കാണണ്ട ഗൈസ്, ഇത് ഒരു ചുവപ്പ് പുലുവാണ്. അങ്ങനെ ഈ പുലുവാണ്. ഇപ്പം ഞാൻ കാണിച്ച പൂവിൻ്റെ വെള്ളമുണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബൈ ബൈ.